പ്രത്യേകത എന്താണെന്നറിയാവോ? നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ലോയുടെ പല ഡോക്ട്രിൻസ് ആയിട്ടും പല പ്രിൻസിപ്പിൾസ് ആയിട്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ? ഇമാജിൻ ദാറ്റ് നമ്മൾ ഒരു ഫ്രൂട്ട്സ് കടയിൽ പോയി ഫ്രൂട്ട്സ് മേടിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ഡേ നമ്മളത് കഴിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു ഈ ഫ്രൂട്ട്സിൻ്റെ ഒരു പാർട്ട് കുറച്ചൊന്ന് അഴുകിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത്രയും ഒരു പൈസ കൊടുത്ത് മേടിച്ച ഫ്രൂട്ട്സ് ആയതും കൊണ്ട് നമ്മളത് എല്ലാം കൂടെ കളയാൻ കൂട്ടാക്കത്തില്ല. ആ ഒരു അഴുകിയ പാർട്ട് ഒന്ന് റിമൂവ് ചെയ്ത് ബാക്കിയുള്ള ഒരു നല്ല പാർട്ട് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കും, അല്ലേ? ഇതാണ് ലോയുടെ ഒരു ഡോക്ട്രിനായ ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി എന്ന ഈ ഡോക്ട്രിനി പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ലോ ഉണ്ട് എങ്കിൽ അത് പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ആകാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ലോ ആകാം. ഏതെങ്കിലും ഒരു പ്രൊവിഷന്, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഏതെങ്കിലും ഒരു പ്രൊവിഷനെ വയലേറ്റ് ചെയ്ത് ഈ പറഞ്ഞ ലോയുടെ ഏതെങ്കിലും ഒരു പാർട്ടോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ഈ ഒരു വയലേറ്റീവ് പാർട്ടിനെ അങ്ങ് റിമൂവ് ചെയ്തങ്ങ് കളയും. ആൻഡ് ദാറ്റ് പാർട്ട് ഇസ് കൺസിഡേർഡ് ആസ് ഇൻവാലിഡ്. എന്നിട്ട് ബാക്കിയുള്ള, അതായത് ഇൻകൺസിസ്റ്റന്റ് അല്ലാത്ത ആ പാർട്ടിനെ നമ്മൾ വാലിഡ് ആയിട്ട് കണക്കാക്കും. ആൻഡ് സ്റ്റിൽ ഇറ്റ് ഇസ് ഓപ്പറേറ്റീവ്. ഇതാണ് ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി എന്ന ഈ ഒരു ഡോക്ട്രിനി പറയുന്നത്. ആൻഡ് ഈ ഡോക്ട്രിൻ ആർട്ടിക്കിൾ 13 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് മെയിൻലി പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്.